കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ നടന്ന ബെറോസിന്റെ പ്രിവ്യൂ ഷോ കാണാനായി മോഹൻലാൽ കുടുംബസമേതം എത്തിയിരുന്നു. താരകുടുംബത്തെ ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ് ആരാധകർ. ഏറെ കാലത്തിന് ശേഷമാണ് മോഹൻലാലിനൊപ്പം സുചിത്രയും മക്കളായ പ്രണവും വിസ്മയും തിയേറ്ററിൽ എത്തിയത്. ചെന്നൈയിൽ നടന്ന ബെറോസിന്റെ പ്രിവ്യൂ ഷോ കാണാനെത്തിയതായിരുന്നു ഇവർ. യാത്രകളും മറ്റുമായി വിദേശത്താണ് പ്രണവ്. പഠനവും ജോലിയും ഒക്കെയായി വിസ്മയും വിദേശത്താണ്. വല്ലപ്പോഴും മാത്രമേ സുചിത്രയും മോഹൻലാലും ഒരുമിച്ച് എത്താറുമുള്ളൂ. അതേസമയം ഇത്തവണ ഇവരെക്കാൾ കൂടുതൽ മാധ്യമ ശ്രദ്ധ നേടിയത് ഇവർക്കൊപ്പമുള്ള സുന്ദരി പെൺകുട്ടിയാണ്. വീഡിയോ വൈറലായതോടെ പ്രണവിനൊപ്പമുള്ള ഈ പെൺകുട്ടി ആരാണെന്നാണ് എല്ലാവരും തിരക്കുന്നത്. ഇതിനു മുൻപും പ്രണവിനൊപ്പം ഈ പെൺകുട്ടിയെ വീഡിയോകളിലും ഫോട്ടോകളിലും കണ്ടിട്ടുണ്ട് എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. താരപുത്രൻ വിദേശയാത്രകൾ നടത്തുമ്പോൾ പ്രണവ് അറിയാതെ ആരാധകർ പകർത്തി പുറത്തുവിട്ട വീഡിയോകളിലാണ് ഈ വിദേശ വനിതയെയും പ്രണവിനൊപ്പം കണ്ടിട്ടുള്ളത്. വിദേശ രാജ്യത്ത് ATM-ൽ നിന്നും പണമെടുക്കുന്ന പ്രണവിനെയും സുഹൃത്തിനെയും ചിത്രങ്ങൾ അന്നും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു. മാത്രമല്ല, ആദ്യമായിട്ടാണ് കുടുംബത്തിനൊപ്പം പ്രണവ് സുഹൃത്തിനെയും കൂട്ടി ഇന്ത്യയിലെത്തുന്നത്. എന്നാൽ ക്യാമറ കണ്ടതോടെ അതിൽ നിന്നും മാറി നിൽക്കാൻ യുവതി ശ്രമിക്കുന്നതും ഇപ്പോഴത്തെ വീഡിയോയിലുണ്ട്. ഇതോടെ ഇരുവരും പ്രണയത്തിലാണോ എന്ന തരത്തിലാണ് വാർത്തകൾ വന്നത്. കൂടാതെ കല്യാണിയുമായി വിവാഹം ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും കല്യാണി തങ്ങൾ സുഹൃത്തുക്കൾ മാത്രമാണെന്ന് വെളിപ്പെടുത്തിയിരുന്നു. തിയേറ്ററിലേക്ക് വരുമ്പോഴും സിനിമ കണ്ട് തിരിച്ചറിഞ്ഞു പോകുമ്പോഴുമെല്ലാം പ്രണവിനൊപ്പം നടക്കുന്ന ഒരു വിദേശ വനിതയാണ് എല്ലാവരും ശ്രദ്ധിച്ചത്. ഈ വീഡിയോ വലിയ രീതിയിൽ ചർച്ചയായതോടെ പുതിയ ചർച്ചകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ആദ്യമായാണ് താരകുടുംബത്തിനൊപ്പം ഇത്തരത്തിലൊരു യുവതി പ്രത്യക്ഷപ്പെടുന്നത്. തിയേറ്ററിലേക്ക് നടന്നു വരുമ്പോൾ മുന്നിൽ സുചിത്രയും പിന്നാലെ പ്രണവും വിസ്മയും ഒപ്പം ഈ വനിതയെയും കാണാം. തിരികെ കാറിൽ കയറി പോയപ്പോഴും പ്രണവും വിസ്മയ്ക്കൊപ്പം ആ പെൺകുട്ടിയെ ഭദ്രമായി കാറിൽ കയറ്റി അയക്കുന്നതും കാണാം. പ്രണവിന്റെ ചിന്താഗതി വെച്ച് നോക്കുമ്പോൾ ഇടുങ്ങിയ മലയാളി പെൺകുട്ടികൾ അദ്ദേഹത്തിന് ചേരില്ലെന്നും അതിനാൽ വിദേശിയായ പെൺകുട്ടി പങ്കാളിയാകുന്നത് നല്ലതാണെന്നും അങ്ങനൊരു തീരുമാനം താരപുത്രൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയായിരിക്കുമെന്നും